ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗ്ഗസ്ഥൻ. അപ്പൊ ഈ നമ്മുടെ എല്ലാവരുടെയും പിതാവ് ഒരാൾ ദൈവമാണ്. ദൈവം. ദൈവം. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനും ദൈവം നമ്മുടെ പിതാവുമായിട്ട് തീർന്നു. ഇതിന്റെ ഈ വചനത്തെ ആശ്രയിച്ച് പുതിയ നിയമ ലേഖനത്തിൽ അനേക വചനങ്ങളുണ്ട്. നമ്മുടെ എബ്രായ ലേഖനം 2:11 ഇങ്ങനൊരു വചനം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവ് ഒരുവനത്രേ. എന്നുവെച്ചാൽ യേശുക്രിസ്തുവിനും എനിക്കും പിതാവായിരിക്കുന്ന ദൈവം ഒരുവനാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പിതാവ് തന്നെയാണ് എൻ്റെ പിതാവ്. അപ്പോൾ ഞാൻ പിതാവ് എന്ന് ഇവിടെ ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മൾ ഇപ്പൊ സാറിന്റെ അപ്പനെ പിതാവെന്ന് വിളിക്കാം, എൻ്റെ അപ്പനെ എനിക്ക് പിതാവ് എന്ന് വിളിക്കാം. ആ കൺസെപ്റ്റ് അല്ല ഇവിടെ. കാരണം എനിക്ക് ശരീരം തന്ന എൻ്റെ അപ്പനാണ്. ഇവിടെ ആത്മീയ വിഷയമാണ്. ആത്മീയമായിട്ട് പിതാവെ എന്ന് വിളിക്കാൻ യോഗ്യൻ ദൈവമല്ലാതെ ആരുമില്ല. ഈ ഒരു കാര്യം നമ്മൾ ഗ്രഹിച്ചേ പറ്റും. മറ്റത് അല്ല. അപ്പം ആത്മീയമായി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ പിതാവെ എന്ന് സ്പിരിച്വലായിട്ട് നമുക്കറിയാം. നമ്മുടെ ഈ ക്രിസ്ത്യൻ കൺസെപ്റ്റില് പുരോഹിതന്മാര് പിതാവ് എന്ന് വിളിക്കും. അപ്പൊ പിതാവ് എന്ന് വിളിച്ചാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവമേ എന്നാ, അല്ലേ? അപ്പൊ ദൈവമേ എന്ന് ഇവനെ വിളിക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഗുരുതരമായിരിക്കുന്ന പാപത്തെ പറ്റി നമുക്ക് ബോധം വരുത്തണം. ഇതൊക്കെ പറയുമ്പോഴാണ് പലരും പറഞ്ഞത് ഞങ്ങൾക്ക് കുറ്റം പറയില്ല, ഇത് പറയാതെ അങ്ങനെ ബോധ്യപ്പെടുന്നത്. അപ്പൊ പിതാവ് എന്ന് വിളിച്ചാൽ ദൈവമെന്ന. ഇനി ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഞാൻ പറയാം. നമ്മുടെ ക്രിസ്ത്യ വിഭാഗങ്ങൾ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, ദൈവം ഏക പരിശുദ്ധൻ പറയാറില്ലേ? അതെല്ലാം യാക്കോബയും കത്തോലിക്കയും മൊത്തം എല്ലാം പറയും, ദൈവം ഏക പരിശുദ്ധൻ എന്ന് മാത്രമല്ല അവൻ എന്താണ്? വിശുദ്ധനുമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്കൊരു പുരോഹിതൻ അവൻ സ്വയം സാക്ഷ്യം പറയുന്നത് ഞാൻ പാപിയാണെന്നല്ലേ പറയുന്നത്, അല്ലേ? ഇപ്പൊ യാക്കോബേരായാലും മർത്തോമേരി എല്ലാ പുരോഹിതന്മാരും നിങ്ങൾ തിരുമേനിമാരെന്ന് പറഞ്ഞാലും എല്ലാവരും പറയുന്ന കാര്യം ഞങ്ങൾ തന്നെ പാപികളാണെന്നാണ്. അപ്പൊ ഈ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കി നമ്മൾ പിതാവെ എന്ന് വിളിച്ചാൽ ദൈവമേ നല്ല വരുന്നേ എന്ന് മാത്രമല്ല, ദൈവം ഏക പരിശുദ്ധൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ പാപിയായിരിക്കുന്ന ഇവരും ദൈവമായിട്ടല്ലേ നമ്മൾ അംഗീകരിക്കുന്നത്? അപ്പൊ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വലിയ കുറ്റകരമായിരിക്കുന്ന കാര്യമല്ലേ ഇത് എഴുതിയിരിക്കുന്നത്. ഇതാണ് പുറപ്പാട് പുസ്തകം നമ്മൾ അറിയാം. ഇവർക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പന എന്തുവാ? സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലെങ്കിലോ യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കുകയും അരുത്. ഞാൻ അല്ലാതെ ഒരു ദൈവം. യെശയ്യാവെല്ലാം പറയുന്നുണ്ട്, ഞാൻ അല്ലാതെ ഒരു ദൈവമില്ല, ആരാധനയ്ക്ക് യോഗ്യൻ ഞാൻ മാത്രമാണ് എന്നാണ് എൻ്റെ കാണിച്ചത്. കാരണം ദൈവത്തെ അല്ലാതെ ആരാധിപ്പാൻ നമുക്ക് എങ്ങനെ കഴിയാൻ പറ്റും? അപ്പൊ ഇവിടെയാണ് ഏറ്റവും വലിയ പാപം. പലർക്കും ഇത് മനസ്സിലാക്കി പലരും വിചാരിക്കുന്നത് ഇമ്മൊറാലിറ്റിയാണ് പാപം. അത് പാപം അല്ലാതാകുന്നില്ല. പിന്നെന്താണ്? കള്ള് കുടിക്കുന്നതും കൊലപാതകം ചെയ്യുന്നതാണ് പാപം. അതെല്ലാം പാപമാണ്. പക്ഷെ അതിനേക്കാളും ഭയങ്കരമായിരിക്കുന്ന പാപം, ദൈവം ഒന്നാമത് ഇടുന്ന പാപം ദൈവമല്ലാത്തതിനെ ദൈവം എന്ന് വിളിക്കുന്ന